ഹായ് ഓൾ, നമ്മൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഡേ 1 എന്തൊക്കെയാണ് എൻ്റെ കടങ്ങൾ, എത്രയ്ക്ക് എനിക്ക് തീർക്കാനുണ്ട്, അതിനുള്ള സൊല്യൂഷൻ എന്തൊക്കെയാണ് എന്നെല്ലാം ഞാൻ വളരെ ക്ലിയറായിട്ട് എഴുതി. ലക്ഷ്മി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം എന്നാണ്. അപ്പോൾ നമ്മളെ കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നയിക്കണേ എന്നാണ് ലക്ഷ്മി ദേവിനെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയേണ്ടത്. അപ്പം ഞാൻ എൻ്റെ ഒരു 21,000 രൂപ എന്ന് പറയുന്ന ആ ഒരു സംഖ്യയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എനിക്ക് മുന്നിൽ തുറന്നു കിട്ടുന്ന വഴികൾക്ക് ഞാൻ ദേവീൻ്റെ അടുക്കൽ ആദ്യം നന്ദി പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഇന്നത്തെ ദിവസം തുടങ്ങിയത്. അപ്പം ഞാൻ യൂണിവേഴ്സ്, പ്രപഞ്ചം അങ്ങനെയുള്ള വാക്കുകളോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതിനെക്കാട്ടി കൂടുതൽ ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വര ചൈതന്യത്തിനെയാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അപ്പം അതാദ്യം പ്രാർത്ഥിച്ചിട്ട് I am debt free. Laksha, my goal is set. അതിനുശേഷം ഞാനിപ്പോൾ ചെയ്തത് എൻ്റെ റൈറ്റ് ബോർഡിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും കൊടുത്തു. ഇപ്പം ഇൻസ്റ്റയിൽ കൊടുത്തു, FBയിൽ കൊടുത്തു, അതുപോലെ തന്നെ എല്ലാ ഗ്രൂപ്പ്സിൽ കൊടുത്തു, അതിലെല്ലാം ഞാനത് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ആ ഒരു ഡ്രസ്സിൻ്റെ ഇതുണ്ടല്ലോ, കനവ് നൂലെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രാൻഡിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഞാൻ എല്ലായിടത്തും കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കി വെച്ചു. റൈറ്റ് ബോർഡിന് വേണ്ടിയിട്ട് ഞാനൊരു ആഡൊക്കെ ഉണ്ടാക്കി, AI വെച്ചിട്ട് ഒരു ആഡൊക്കെ ഉണ്ടാക്കി, അതെല്ലാം യൂട്യൂബിൽ കൊടുത്തു. Social science is not just about textbooks. It's about understanding the world around us and how people interact. Let's delve deeper into this. Are there any questions so far? അങ്ങനെ കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എൻ്റെ രണ്ടാമത്തെ ദിവസം ആരംഭിച്ചത്. ഇപ്പോൾ എനിക്കൊരു ചെറിയ എൻക്വയറി വന്നാൽ പോലും അതിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. ഇപ്പോൾ എങ്ങനെയാണ് ലക്ഷ്മി പൂജയൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ എൻ്റെ മണി സങ്കല്പം എന്ന് പറയുന്ന ബുക്കിൽ വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. താല്പര്യമുള്ള ആൾക്കാർക്ക് മണി സങ്കല്പ് വാങ്ങിക്കാവുന്നതാണ്. വാങ്ങിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കണം. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസും എല്ലാം ഞാൻ വിശദീകരിക്കുന്നുണ്ട്. ഇനി ഡേ 3